No, code number 16 is on this. ഇവറ്റകളോടൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എത്ര തവണ നോട്ടീസ് അയച്ചത്, എത്ര വട്ടം ഫോൺ വിളിച്ചു. ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുമ്പോ എന്തൊരു മര്യാദ, എന്തൊരു സ്നേഹം. തിരിച്ചറിവ ആരാ ആരാ നിങ്ങളൊക്കെ വീട്ടിൽ വന്ന് എന്തൊക്കെയായി ചെയ്യുന്നേ? ഞങ്ങളെ ബാങ്കിൽ നിന്ന് വരിക, മോനോട് പറയണം വായ്പ എടുത്ത കൃത്യസമയത്ത് അടക്കണമെന്ന്. അല്ലെങ്കിലേ ഈ വീട് സ്ഥലമൊക്കെ ഞങ്ങളെങ്കിൽ എടുക്കും. അതിനുള്ള അവസാനത്തെ നോട്ടീസ് ആയത്. മോൻ വരുമ്പോ പറഞ്ഞേക്ക്. കയ്യപ്പ ഒന്നും മേടിച്ചിറങ്ങയ്യ. ഈ സാധനത്തിനല്ല എന്താ വില? 500 ഒരു നോട്ട് കൊണ്ട് പോയ കടുകുമണിയോളം സാധനം മേടിച്ചിട്ട് തരാം. എന്നാൽ എന്തെങ്കിലും അഡ്വാൻസിലുണ്ടാക്കി വെക്കാൻ നോക്കിയാലോ 5ന്റെ പൈസ കിട്ടൂല. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? മോനെ വീട് സ്ഥലവും ജപ്തി ചെയ്യാൻ ബാങ്കുകാര് വന്നിരുന്നു. നമ്മളിന് എന്ത് ചെയ്യും? അച്ഛനുറങ്ങുന്ന മണ്ണായത്. ഇതുകൂടി നഷ്ടായാല് മോനൊരു കാര്യം ചെയ്. ആന്ത്രൂനോട് കുറച്ച് കാശ് കടം ചോദിക്ക്. ഒന്നുമില്ലെങ്കിൽ തേങ്ങ അടക്കി പച്ചോനല്ല കൊടുക്കുന്ന. അവ സങ്കടപ്പെടണ്ടാന്ന് ഞാൻ അന്ത്രുക്കെ കണ്ട് വല്ല വഴിയുണ്ടോ നോക്കട്ടെ. അല്ല, പതിവില്ലാത്ത നേരത്തെ ഒരു വിളവ്. അന്തർക്ക ബാങ്കുകാർ വന്നിട്ടുണ്ടായിന്. എനിക്ക് കുറച്ച് കാശ് വേണം. ഇപ്രാവശ്യത്തെ നെല്ല് കൊയ്തിട്ടോ തേങ്ങ പറിച്ചിട്ടോ ചെന്ന് തീർക്കാം. ഇതായിപ്പോ നല്ല ശേലായത്. എന്റെ കയ്യിൽ നേട്ടാടോ കായ്. തേങ്ങക്കും വരില്ല, ഡബറിനും വരില്ല. അടക്കേന്റെ വരെയോ കുത്തനെ താഴോട്ട്. നെല്ല് വിറ്റ പൈസ കിട്ടാനുമില്ല. ഒരു കാര്യം ചെയ്യും, നമ്മുടെ നേതാവിനോട് കുറച്ച് കായ് കടം ചോദിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ പണിയങ്ങളിൽ നിശ്ചിന്താവാതെ വിളിക്കാമെന്നല്ലേ? അല്ല, ആരിത് രാഘവനോ? തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ഉഷാറല്ലേ? പിതാവേ, വീട് ജപ്തി ചെയ്യാൻ പോവുകയാണ്. കുറച്ച് കാശ് അത് സഹായിക്കണം. ഇതായിപ്പോ രസായത്. എന്റെ കയ്യിൽ എവിടുന്നാടോ കാശ്? ഈ തെരഞ്ഞെടുപ്പ് കടന്നുകൂടാൻ തന്നെ ലക്ഷങ്ങൾ വേണം. താനൊരു കാര്യം ചെയ്യും, നമ്മുടെ വട്ടിപ്പലിശക്കാരൻ ആ സേട്ടിനൊന്ന് കണ്ടു നോക്ക്. ഞാൻ പറഞ്ഞോന്ന് പറഞ്ഞാ മതി. സേഠ്ജി, എനിക്ക് കുറച്ച് കാശ് ഒന്ന് സഹായിക്കണം. എത്ര പലിശ വേണമെങ്കിലും ഞാൻ തരാം. അതിനെന്താ തരാമല്ലോ? 100 രൂപയ്ക്ക് 10 രൂപ പൈസ. ആധാരം നിജമാ വേണം. അയ്യോ സേഠ്ജി, ആധാരം ബാങ്കിലല്ലേ? ആധാരമില്ലേ? ആധാരമില്ലെങ്കിൽ പണവുമില്ല, പൈസയുമില്ല. ഇനിയും വയ്യമ്മേ. കടം കയറി മണ്ണും കൂടി നഷ്ടായ ജീവിതകാലം മുഴുവൻ ഈ മണ്ണിൽ അധ്വാനിച്ച് കടം മാത്രം ബാക്കിയാക്കി പോയ അച്ഛന്റെ അടുക്കിലേക്ക് നമുക്ക് പോകാമേ, നമുക്ക് പോകാം. ഈ വിഷക്കുപ്പിയിലെ ആദ്യത്തെ തുള്ളികൾ എന്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക്. ഇനി എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക്. ഇനി അച്ഛാ, അമ്മേ, ഞാൻ വന്നു. അച്ഛാ, അമ്മേ, അന്നമുട്ടുന്ന കർഷകർ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനാകാതെ ആത്മഹത്യയെ അഭയം പ്രാപിക്കുമ്പോൾ അധികാരി വർഗം കണ്ണു തുറന്ന് കാണണം ഓരോ കർഷകരെയും ദുരിത കാഴ്ചകൾ. നന്ദി, നമസ്കാരം.